അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മുടെ കൂടെ ജീവിച്ച ഒരാൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അയാളുടെ അസാന്നിധ്യത്തിൽ, അതായത് മരണശേഷം നമ്മൾ എന്തൊക്കെ ചിന്തിക്കും എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഒന്നാമത്തെ ഒരു കാര്യം, ഒരാൾ മരിച്ചു പോകുമ്പോൾ അയാൾ മാത്രം പോവുകയാണ്. അയാൾ ഉപയോഗിച്ച വീട്, അയാൾ ഉപയോഗിച്ച വസ്ത്രം, അയാൾ ഉപയോഗിച്ച ആഭരണങ്ങൾ, അയാൾ ഉപയോഗിച്ച ഫോണ്, എന്തെല്ലാം അയാളുടേതായിട്ടുണ്ടോ അതൊക്കെ ഇനി ആർക്ക് എന്ന ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നു. അതിനൊക്കെ കൃത്യമായ ഒരു നിയമം ഇസ്ലാമിനുണ്ട്, അനന്തരാവകാശ നിയമങ്ങളുണ്ട്. അത് പ്രകാരം അനന്തരാവകാശികൾക്ക് നൽകപ്പെടും. ഇപ്പോൾ ഒരാൾക്ക് ഒരു 5 8 6 10 ജോഡി ഡ്രസ്സ് ഉണ്ടായിരിക്കും. ഇതൊക്കെ ഇനി നാളെ മുതൽ ഉപയോഗിക്കാൻ ആളില്ലാതാവുകയാണ്. അപ്പോൾ നമ്മളൊരാൾ മരിച്ചു പോകുമ്പോൾ ഇവിടെ ജീവിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മളിൽ നിന്ന് എന്തു ബാക്കി, ഭൗതികമായി നമ്മളിൽ നിന്ന് എന്തു ബാക്കി എന്നതാണ് ഒരു അടിസ്ഥാനപരമായ ഒരു കാര്യം. അപ്പോൾ നമ്മൾ സ്വാഭാവികമായും അങ്ങനെ നമ്മൾക്ക് ശേഷം അങ്ങനെ ഒരു ചർച്ച വരും എന്നതിനെക്കുറിച്ച് മുൻകൂട്ടി കാണുന്നത് കുറേ കാര്യങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്യാൻ സൗകര്യപ്പെടുമെന്നാണ് മനസ്സിലാവുന്നത്. എന്നാൽ അതേസമയം മരിച്ച വ്യക്തിയുടെ പ്രശ്നം എന്താണ്? എനിക്കെന്തുണ്ട് ബാക്കി എന്നാണ് അയാൾ ചിന്തിക്കുന്നത്. മനസ്സിലായില്ലേ? അതായത് കൂടെ വരുന്നവരും എല്ലാ ആളുകളും പിരിഞ്ഞു പോയി കഴിഞ്ഞ് അയാൾ ഒറ്റയ്ക്ക് ആവുകയാണല്ലോ. അപ്പോൾ എനിക്കെന്തുണ്ട് ബാക്കി? ഞാൻ ഇവിടെ ഇട്ടേച്ച് പോയതിൽ നിന്ന് എനിക്കെന്തു കിട്ടും, എനിക്കെന്ത് കൊണ്ടുപോകാൻ കഴിയും എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. അപ്പോൾ അതിന് നമുക്ക് ബാക്കിയാകുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഖുർആനൊക്കെ നമ്മൾ നന്നായി പഠിച്ചിട്ട് നമ്മളൊരു ഖുർആൻ ഓതാൻ പഠിപ്പിക്കുന്ന ഒരാളാവുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ നിരന്തരമായി നമുക്ക് പ്രതിഫലം കിട്ടുന്നതെങ്കിൽ സ്വതക്ക, നമ്മളൊരു ജാരിയായ സ്വതക്ക, അങ്ങനല്ല, നമ്മൾക്ക് അതിനുശേഷം നമുക്ക് കിട്ടാവുന്ന എന്തുണ്ട് എന്നതിനെക്കുറിച്ചുള്ള ചിന്തയാണ്. മറ്റൊന്നൊരു വ്യക്തി മരണപ്പെട്ടു പോകുമ്പോൾ ഒരുപക്ഷെ മരണം, അയാളുടെ അസാന്നിധ്യം വരെ അയാളെ നമ്മൾ ശരിക്കൊന്ന് വിലയിരുത്തിയിട്ടുണ്ടാവില്ല. നമ്മൾ നന്നായിട്ടൊന്ന് ഒരു പണ്ഡിതൻ മരിച്ചു, അപ്പോൾ ആ പണ്ഡിതൻ എന്തുമാത്രം ധർമ്മം ഈ സമൂഹത്തിൽ നിർവഹിച്ചിരുന്നു എന്നത് എന്ത് ചെയ്യാണ്, അയാളെ പിറ്റേന്നാണ് മനസ്സിലാവുക. ഇപ്പോൾ നമ്മുടെ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും നമ്മൾ പരസ്പരം അങ്ങോട്ട് വഴക്കും പ്രശ്നങ്ങളൊക്കെ ഇട്ട് പോയാലും ഒരാളുടെ അസാന്നിധ്യം വരുമ്പോഴാണ് അയാൾ എത്രമാത്രം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിന്നിരുന്നു എന്ന് നമുക്കറിയാൻ പറ്റും. ആ സമയത്ത് നമുക്ക് ഭയങ്കരമായ ദുഃഖവും ഭയങ്കരമായ വിഷമവും വരും, ആരാണെങ്കിലും. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അവരെത്ര തന്നെ നോക്കി, എത്ര തന്നെ പരിചരിച്ച് അവരുടെ എല്ലാ ഇഷ്ടവും നിർവഹിച്ചു കൊടുത്താലും അതൊക്കെ ചെയ്തില്ലേ, ഞാൻ വേണ്ടത്ര അയാളുള്ള കടമകൾ നിർവഹിച്ചില്ലേ എന്ന ഒരു തോന്നൽ. കുട്ടികൾ മരിക്കുമ്പോൾ മാതാപിതാക്കൾക്കുണ്ടാവും, മാതാപിതാക്കൾ മരിക്കുമ്പോൾ കുട്ടികൾക്കുണ്ടാവും, ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യയ്ക്കുണ്ടാവും. ഞാൻ വേണ്ട രൂപത്തിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തില്ലേ എന്ന ഒരു വിഷമമുണ്ടാവും. അതിനേറ്റവും നല്ലത് കഴിഞ്ഞവും ആ മരണപ്പെടുന്ന വ്യക്തിയുടെ കൂടെ നമ്മളുണ്ടാകുന്ന ജീവനുള്ള സമയത്ത് പരമാവധി നമ്മൾ അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറി ജീവിക്കുക എന്നുള്ളതാണ്. മനുഷ്യനാണ്, അതിൻ്റെതായ പരിമിതികളും പ്രയാസങ്ങളും ഉണ്ടാവും, ഇത് നോക്കുക. എന്നാൽ പിന്നെ നമുക്ക് അല്ലാതെ അതിനെപ്പറ്റി ദുഃഖിക്കേണ്ടി വരും. എനിക്ക് ചെയ്യാവുന്നത് പോലെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നൊരു ആത്മസംതൃപ്തിയിൽ നമുക്ക് മനസ്സമാധാനപ്പെടാൻ എന്ത് ചെയ്യും, സാധിക്കുന്നുള്ളതാണ്. പിന്നെ സ്വാഭാവികമായും ഒരാൾ മരണപ്പെട്ടു പോകുമ്പോൾ പിന്നെ സംഭവിക്കുന്നൊരു കാര്യം, അയാൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ബാക്കി നിൽക്കുന്നവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങളുണ്ടാവും. അത് അനുകൂലമാകാം, പ്രതികൂലമാകാം. ഇപ്പോൾ എല്ലാ വരുമാനങ്ങളും ഉണ്ടായിരുന്ന ഒരു കുടുംബനാഥം മരണപ്പെട്ടാൽ നല്ല സാമ്പത്തിക അവസ്ഥയിൽ ജീവിച്ചിരുന്ന ആളുകൾ പെട്ടെന്ന് എല്ലാറ്റിലും കഷ്ടപ്പാടിലേക്കും പ്രയാസങ്ങളിലേക്കും, ഇതുവരെ ഒരാളോടൊരു വായ്പ ചോദിക്കാത്ത, ഒരാളിൽ നിന്നൊരു സാധനം പ്രതീക്ഷിക്കാത്ത ആളുകൾ ചിലപ്പോൾ അതിലേക്ക് മാറും. അപ്പോൾ പെട്ടെന്ന് ദാരിദ്ര്യാവസ്ഥയിലേക്ക് മാറ്റപ്പെടാം. അതല്ലെങ്കിൽ എന്തായി, ചിലപ്പോൾ നമുക്കിപ്പോൾ ഒരാൾ വയസ്സായ ഒരാൾ വീട്ടിൽ അങ്ങനെ കിടക്കുകയായിരുന്നു, അയാൾ മരണപ്പെട്ടു. അപ്പോൾ നമുക്ക് അയാളുടെ അസാന്നിധ്യം, വീടിനൊരു മൂകത, ഒരു ശൂന്യത, ഒരു ധൈര്യക്കുറവ്, ആ അസാന്നിധ്യം നമ്മൾ എന്ത് ചെയ്യും, ഉണ്ടാക്കും. അപ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തെ ഒരാളുടെ മരണം
വ്യത്യസ്തമായൊരു ചിലപ്പോൾ ദീനിയായിട്ട് ഒരിക്കലും കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരാൾ മരിക്കുമ്പോൾ അയാളുടെ ഭാര്യ അല്ലെങ്കിൽ അയാളുടെ ഭർത്താവ് അയാളുടെ ബന്ധുക്കൾ എന്ത് ചെയ്യും, കൂടുതൽ ദീനിലേക്ക് അടുക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അവരെന്ത് ചെയ്യും എത്തും. ചിലപ്പോൾ നമ്മുടെ താമസ സ്ഥലം മാറും, നമ്മുടെ ജീവിത കാഴ്ചപ്പാട്. അപ്പോൾ ഒരാളുടെ മരണം നമ്മൾക്ക് അനുകൂലാവസ്ഥകൾ ഉണ്ടാക്കാൻ, അത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകമായി അള്ളാഹുവോട് പ്രാർത്ഥിക്കണം. നമുക്ക് അനുകൂലമായ കാര്യങ്ങൾ, ദീനിയായ പുരോഗതി, ഭൗതികമായ പുരോഗതി എല്ലാം നമുക്ക് ഉണ്ടാവുമല്ലാതെ ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഒരാൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ അയാൾ മരണപ്പെടുമ്പോൾ നമുക്ക് വന്നു ചേരാവുന്ന കാര്യങ്ങളെക്കുറിച്ച് ആ മരിക്കുന്ന വ്യക്തിയും മരണപ്പെട്ടു പോകുന്നവരുടെ ബന്ധുക്കളും ആദ്യം തന്നെ ചിന്തിച്ച് പ്ലാൻ ചെയ്യുന്നത് സ്വാഭാവികമായും മരണത്തിൻ്റെ ആഘാതം കുറക്കാനും അദ്ദേഹത്തിൻ്റെ മരണം അദ്ദേഹത്തിനും ബാക്കിയുള്ളവർക്കും ഗുണകരമാക്കി തീർക്കുവാനും സാധിക്കുന്നൊരവസ്ഥ സാധ്യമാകും. എല്ലാ കാര്യങ്ങളും നല്ല കാഴ്ചപ്പാടോടുകൂടി ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുന്നു.